ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് പായസം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ തേങ്ങാപ്പാൽ എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പായസം ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അതിനെ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഗോതമ്പൊക്കെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിപ്പോ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ 1 മണിക്കൂർ കുതിർക്കാനായി വെച്ചത് കൊണ്ട് ഗോതമ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. നിങ്ങൾക്ക് വേവ് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വിസില് കൂട്ടി വെക്കണം. ഇപ്പൊ കുക്കർ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഗോതമ്പ് വേവട്ടെ. അതിന് മുമ്പ് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 400 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയാക്കിയ ശർക്കരയാണ് കേട്ടോ. പൊടിയാക്കിയ ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് ഉരുകി കിട്ടും. നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുത്ത് വെക്കണം. ഇതിൽ വല്ല പൊടിയോ കല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഗോതമ്പൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 3 വിസിലാണ് വെച്ച് വേവിച്ചെടുത്തത്. ഇത് കറക്റ്റായിട്ടുള്ള പാകമായിട്ടുണ്ട്. ഇപ്പോൾ വേവിച്ച് വെച്ചിരുന്ന ഗോതമ്പ് ഉരുളിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പ് മീഡിയം തീയിൽ വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് കുറുക്കിയെടുക്കണം. ഈ ശർക്കരയിൽ അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ഈ ഗോതമ്പായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ശർക്കരയിൽ അധികമുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ശർക്കരയും ഗോതമ്പും നെയ്യും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 4 കപ്പ് തിന്നായിട്ടുള്ള 2ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊക്കെ കൂടിയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അടുപ്പ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 10 മിനിറ്റ് തിളപ്പിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അപ്പോഴേക്കും ഇതിൽ അധികമായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് പായസം ഒന്ന് കുറുകി കിട്ടും. ഇപ്പം നമ്മുടെ പായസം തിളയ്ക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി 1.5 കപ്പ് നല്ല തിക്കായിട്ടുള്ള 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. 1ാം പാല് ചേർത്ത ശേഷം തിളപ്പിക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഞാനിപ്പോൾ 3 മീഡിയം സൈസ് തേങ്ങയിൽ നിന്നാണ് 1.5 കപ്പ് നല്ല തിക്കായിട്ടുള്ള 1ാം പാലും 4 കപ്പ് കുറച്ച് തിന്നായിട്ടുള്ള 2ാം പാലും എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1ാം പാല് ചേർത്ത ശേഷം പായസമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു അളവിലേക്ക് 400 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഈ മധുരം എനിക്ക് കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മധുരത്തിന്റെ അളവ് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം കേട്ടോ. ഇനി ഈ പായസത്തിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടണം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഈ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു ഓരത്തേക്ക് മാറ്റി വെക്കാം.
ഇതിലേക്ക് ഒരു 15 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അണ്ടിപ്പരിപ്പ് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15 ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.